രാഷ്ട്രീയക്കാർക്ക് വേണ്ടിയിട്ട് PR പണി ചെയ്യണതിന് ഞാൻ കുറ്റം പറയില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ ഇപ്പൊ ഈ പറഞ്ഞ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ട് നിൽക്കുന്ന എല്ലാവരുടെയും ഒരു ഉപജീവന മാർഗമാണ് ഈ സമയത്ത് PR പണി ചെയ്യുക എന്നുള്ളത്. പക്ഷെ നിങ്ങൾ PR പണി ചെയ്യുമ്പോൾ ആ വാങ്ങണ കാശിനുള്ള ജോലി ചെയ്യും. അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഒരു വീടിന്റെ ഫോട്ടോയൊക്കെ കൊടുക്കും, ഇത് ആരെ വീടാണെന്നെങ്കിലും ഒന്ന് തിരിച്ചറിയണം. അതുമല്ല അതിന്റെ ക്യാപ്ഷൻ അതിദരിദ്രരില്ലാത്ത നാടായി എന്ന് പറഞ്ഞിട്ട് കൊടുത്തേക്കുന്നത് എന്റെ ഈ കാണുന്ന വീടാണ്. ഇത് 10 വർഷം ഇവിടെ ഭരിച്ച MLA-യുടെ ഇത്ര നാളത്തെ വികസന പരിപാടി എന്ന് പറഞ്ഞിട്ട് ഒരു ബുക്ക് ഇറക്കി. എന്റെ അടുത്തുള്ള സ്നേഹം കൊണ്ടാണ് അതേ എന്നെ ഇനി എയറിലോട്ട് കയറ്റി വിടാനുള്ള പരിപാടിയാണ് എന്താണെന്ന് എനിക്ക് അറിയാം. എന്തായാലും ഈ ബുക്കിന്റെ പേരെന്ന് പറയുന്നത് നേര് മാത്രം. ഈ നേര് മാത്രം എന്ന് പറഞ്ഞിട്ട് അതിനകത്ത് എഴുതിയിരിക്കുന്നത് കള്ളത്തരവും എന്ന് വെച്ചാൽ അതിദാരിദ്ര്യമില്ലാത്ത നാടായി എന്ന് പറഞ്ഞിട്ട് എന്റെ വീടിന്റെ ഫോട്ടോ കാണിച്ചിട്ട് അതിൽ ക്യാപ്ഷൻ കൊടുത്തിരിക്കുന്നത് അതിൽ കൊടുത്തിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളം ഓർക്കുക, കേരളം ശ്രമിച്ചത് അതിദാരിദ്ര്യമില്ലാത്ത നാടായി മാറാനാണ്. സത്യം പറഞ്ഞാൽ എന്റെ ജീവിതത്തിൽ അതിദാരിദ്ര്യമൊന്നും എന്തായാലും ഒരു 25 വർഷം കൊണ്ട് ഞാൻ അനുഭവിച്ചു. എന്റെ വീട്ടിലൊരു ചെറിയ ചായക്കട ഉണ്ടായിരുന്നു. പട്ടിണിയും പരിവട്ടൊക്കെ നമ്മൾ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു ചെറിയൊരു 4 കീറ് പോലെയുള്ള ഒരു വീടൊക്കെ ആയിരുന്നു പണ്ട്. ഈ മണ്ണ് കെട്ട വീടൊക്കെ ആയിരുന്നു. ഭയങ്കര ദാരിദ്ര്യമാണ്. അതൊക്കെ ശരിയാണ്. പക്ഷെ എന്തായാലും ദൈവം സഹായിച്ച ഒരു 10-30 പേർക്ക് ഞാൻ വീട് വെച്ച് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇവിടുത്തെ MLA എനിക്ക് വീട് വെച്ച് എന്ന് പറഞ്ഞൊരു കള്ളം പറഞ്ഞു. എന്നിട്ട് എന്റെ വീടിന്റെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. പിന്നെ വേറെ ആരും ഒരു ഫോട്ടോ കൂടെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ പ്രിയപ്പെട്ട MLA ആയാലും PR പണി ചെയ്യുന്ന ആൾക്കാരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് നിങ്ങൾ ഇനി ഒരുപാട് പണിയെടുക്കേണ്ടി വരും. ആ എടുക്കുന്ന സമയത്ത് അറ്റ്ലീസ്റ്റ് ഇതൊക്കെ ആരെ വീടാണെന്നെങ്കിലും ഒന്ന് ചകഞ്ഞ് ചിന്തിച്ചാൽ നന്നായിരിക്കും. പ്രത്യേകിച്ച് ഇത്രയും കുഴപ്പമില്ലാതെ ജീവിച്ചു പോണ ഞാനാണ് ദാരിദ്ര്യനായിട്ട് എന്റെ നാട്ടിലെ MLA തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഒരുപാട് സന്തോഷമുണ്ട് പ്രിയ MLA.